തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അങ്ങനെ കത്തിക്കയറുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പാർലമെന്റിൽ നിർജീവമായിരുന്ന പ്രതിപക്ഷാംഗങ്ങൾക്ക് ഒരു ഊർജവും പ്രതീക്ഷയുമായി മാറുകയാണ് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ പ്രകടനത്തിനോടൊപ്പം കോൺഗ്രസിലെ കൂടാതെ ഇന്ത്യ മുന്നണിയിലെ അഖിലേഷ് യാദവിനെ പോലുള്ള ആ യുവ നേതാക്കളും ഇപ്പോൾ കട്ടയ്ക്കങ്ങനെ കൂടെ നിൽക്കുകയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന 2014 ആദ്യത്തെ സർക്കാരിൽ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇരിക്കുവാൻ യോഗ്യരല്ലാത്തവരായി എണ്ണം തികയാതെ കോൺഗ്രസും അവരുടെ മുന്നണിയും മാറിയിരുന്നല്ലോ. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അംഗീകാരവും ആനുകൂല്യവും അന്ന് ലഭിച്ചില്ല എങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാവായി അന്ന് രാഹുൽ ഗാന്ധിയെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ 2019 രണ്ടാമത്തെ മോദിയുടെ നേതൃത്വത്തിലുള്ള വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും പഴയ സ്ഥിതി തന്നെ തുടരേണ്ടിയും വന്നു. പ്രതിപക്ഷ പാർട്ടിയാകുവാനുള്ള എണ്ണം തികയ്ക്കുവാൻ അന്നും സാധിച്ചതുമില്ല. അതുകൊണ്ടാണ് 2019 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാവായിരിക്കുവാൻ രാഹുൽ ഗാന്ധി തയ്യാറാവാതിരുന്നത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി അങ്ങനെ മാറി പകരം ആ സ്ഥാനം മല്ലികാർജുൻ ഖാർഗെക്ക് നൽകുകയുമായിരുന്നല്ലോ. എങ്കിലും ഈ 2 മന്ത്രിസഭയുടെ കാലയളവിലും രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ വളരെ സ്നേഹത്തോടുകൂടി അങ്ങനെ ആശ്ലേഷിക്കുന്ന നരേന്ദ്രമോദിയെയാണ് നാം അന്ന് കണ്ടത്. ഒരിക്കൽ മോദിയോട് എന്തോ ജോക്ക് പറഞ്ഞതിന് ശേഷം അങ്ങനെ കണ്ണിറുക്കി കാട്ടിയ രാഹുൽ ഗാന്ധിയുടെ ആ ചിത്രവും വീഡിയോയും എല്ലാം അന്ന് വൈറലായതാണ്. അന്നും രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്ന മോദിയെ നാം കണ്ടിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നും പ്രതിപക്ഷ പാർട്ടി നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി കുറെ കൂടി പാകപ്പെടണമെന്നും അങ്ങനെ കൂടെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ വെച്ച് തന്നെ അങ്ങനെ ഉപദേശിക്കുന്ന സന്ദർഭങ്ങളും നിരവധി തവണ നാം കണ്ടിട്ടുണ്ട്. അന്നെല്ലാം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഉപദേശിക്കുമ്പോൾ മറ്റൊരു ലക്ഷ്യം കൂടി മോദിക്കും ടീമിനും ഉണ്ടായിരുന്നുവെന്നുള്ളത് ഒരു സത്യമാണ്. കോൺഗ്രസിന്റെ അഭാവത്തിൽ അന്ന് കടന്നുകൂടിയ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമായിരുന്നു അത്. ഇന്ത്യയുടെ പല ഭാഗത്തേക്കും അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ അവരുടെ വളർച്ചയെ പ്രതിരോധിക്കുവാനും കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പ് ആവശ്യമായിരുന്നു. ഇന്ത്യയിൽ ഒരു പുതിയ പാർട്ടിയുടെ മുന്നേറ്റം തടയുക എന്ന ലക്ഷ്യവും അന്ന് മോദിക്കും ടീമിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെ. ഏതായാലും മൂന്നാമത്തെ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേക്കും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം ലോക്സഭയിൽ ഒരു അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതൊരു രാഹുൽ ഗാന്ധിയിലൂടെ എല്ലാ അംഗീകാരവും ആനുകൂല്യവും കൈപ്പറ്റി മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി ഒരു അത്താണിയായി രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറുമ്പോൾ ആ പഴയ രാഹുൽ ഗാന്ധിയോട് നരേന്ദ്രമോദി അന്ന് കാണിച്ച സ്നേഹവും ലാളനയുമെല്ലാം വീണ്ടും ഉണ്ടാകുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്.